രാജ്യത്തെ നടുക്കിയ ആകാശ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസം പങ്കുവച്ച് നടൻ ബാലയുടെ മുൻ പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയിരുന്നു. ചില ചാനലുകളിലും എലിസബത്തിന്റെ പ്രതികരണം കാണിച്ചിരുന്നു. ഇന്റർ ട്രാൻസ്മിഷൻ വകുപ്പിൽ ജോലി ചെയ്യുന്ന എലിസബത്ത് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലാണ് PG ചെയ്യുന്നത്. എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ തന്നെ ഇന്റേൺ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത്. MBBS വിദ്യാർത്ഥികളുടെ മെസ്സിലും PGയിലും സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുമുള്ള ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലിലുമായി വിമാനം ഇടിച്ചിറങ്ങി. MBBS വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ സമയത്താണ് അപകടം നടക്കുന്നത്. 50 പേർക്ക് ദാരുണ അന്ത്യമുണ്ടായി. നിരവധി പേരെ കാണാതായിരുന്നു. ഞാൻ സുരക്ഷിതയാണ്. ഒരുപാട് ആളുകൾ, എന്റെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർ മിസ്സിംഗ് ആണ്. MBBS വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു. ഒരുപാട് പേർ പരുക്കുകളോടെ ചികിത്സയിലാണ്. ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന പോസ്റ്റും എലിസബത്ത് പങ്കുവച്ചിരുന്നു. എലിസബത്ത് PG ചെയ്യുന്ന അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്കാണ് പരുക്കുപറ്റിയവരെ കൊണ്ടുവന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ആശുപത്രിയിൽ ദുരന്തത്തെക്കുറിച്ച് അറിയിപ്പ് വന്നതെന്നും എന്നാൽ വിമാന ദുരന്തമാണെന്ന് അറിയില്ലായിരുന്നുവെന്നും എലിസബത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനോടും പ്രതികരിച്ചിരുന്നു. എലിസബത്ത് ഉദയൻ രക്ഷപ്പെട്ടുവെന്ന വാർത്ത പങ്കുവയ്ക്കുകയും ചാനലുകളിൽ ഡോക്ടറുടെ വിശദീകരണവും കാണിച്ചതിന് പിന്നാലെ ആശ്വാസ വാക്കുകളുമായി നടൻ ബാലയും രംഗത്തെത്തി. TVയിൽ കണ്ടുവെന്നും സുരക്ഷിതയായി ഇരിക്കുവെന്നുമാണ് ബാല സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. എലിസബത്തിന്റെ പേര് പരാമർശിക്കാതെയാണ് കുറിപ്പ്. ഡോക്ടർ എന്ന് ബാല കുറിപ്പിൽ അഭിസംബോധന ചെയ്യുന്നത് എലിസബത്തിനെയാണെന്ന് ചൂണ്ടിക്കാട്ടി ആരാധകരും കമന്റുമായി എത്തി. എലിസബത്തിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമില്ല. ദയവായി നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടേത് മുതലക്കണ്ണീരാണ്. എന്തിനാണ് സഹോദര നീ അവളെക്കുറിച്ച് വിഷമിക്കുന്നത്? അവൾ നിനക്ക് ശത്രുവാണ് അല്ലേ? അവൾക്ക് നല്ല അനുഗ്രഹങ്ങളോ ചീത്ത അനുഗ്രഹങ്ങളോ ലഭിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ അവൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു വൈകാരിക വികാരവുമില്ലാതെ നിങ്ങൾ അവളെ വലതുവശത്ത് ഉപേക്ഷിച്ചു. അതിനാൽ അവർ നല്ലതോ ചീത്തയോ നേരിടട്ടെ. എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തത് അവളോടൊപ്പമുള്ള ഡോക്ടർമാർ ഭൂമിയിലെ മാലാഖമാരാണ്. ഐ വിഷ് ഫോർ ഹർ, ഷീ വിൽ സേഫ് എന്നിങ്ങനെ എലിസബത്തിന് നന്മകൾ നേർന്നും ബാലയെ വിമർശിച്ചുമാണ് പ്രതികരണങ്ങൾ. അതേസമയം വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത G നായരുടെ ബന്ധുക്കൾ അഹമ്മദാബാദിലെത്തി. അവിടെ DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ നൽകേണ്ടതുണ്ട്. സഹോദരൻ രതീഷും മറ്റൊരു ബന്ധു ഉണ്ണികൃഷ്ണനുമാണ് എത്തിയത്. ബന്ധുക്കൾക്ക് വേണ്ട സഹായം നൽകി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരും അഹമ്മദാബാദിലെ മലയാളി സമാജം പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. കൂടാതെ രഞ്ജിതയെ സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാരെ ജോലിയിൽ നിന്ന് ഉടൻ പിരിച്ചുവിട്ടേക്കുമെന്നാണ് സൂചന. പവിത്രൻ നിലവിൽ സസ്പെൻഷനിലാണ്. സർക്കാരിന് കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി. ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതി റിമാൻഡിലാണ്. കാഞ്ഞങ്ങാട് MLAയും മുൻ മന്ത്രിയുമായ E ചന്ദ്രശേഖരനെതിരെ സമൂഹമാധ്യമത്തിൽ അപകീർത്തികരമായ പോസ്റ്റിട്ടതിന് നടപടി ഏറ്റുവാങ്ങിയ പവിത്രൻ നിരന്തരം അച്ചടക്കം ലംഘിക്കുകയും ആളുകളെ ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് പതിവാണെന്നാണ് റിപ്പോർട്ട്.